ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ രേവതിയുടെ കണ്ണുനീര് തുടയ്ക്കാൻ ആ മകളെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയമ്മ സംസാരിക്കുക. അപ്പോൾ മനസ്സിന് ഒരുപാട് സമാധാനമായെന്നും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് അത് പറഞ്ഞ് രേവതി ഇങ്ങനെ അവരുടെ മുന്നിൽ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞ് ശരത്ത് രേവതിയുടെ കൂടെ പോണു. ഈ സമയത്ത് ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് എന്ന് ദേവ് പറയുമ്പോൾ ഒക്കെ ശരിയാകുമടി, നീ കണ്ടോളാൻ പറഞ്ഞ് നമ്മുടെ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ഫിനാൻഷ്യർ, അയാളാണെങ്കിൽ വേറൊരാളുമായിട്ട് ഇങ്ങനെ ആധാരമൊക്കെ എടുത്ത് വെച്ച് നോക്കി ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. 4 ദിവസത്തെ സമയം തരാം, അതിനുള്ളിൽ എൻ്റെ പൈസ അടയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടു. തൊട്ടു പിറകെ നമ്മുടെ സച്ചി, അയ്യോ ഇതെന്ത് പറ്റിയതാ സച്ചി എന്ന് ചോദിച്ചു. തലയിലൊക്കെ കെട്ട് കണ്ടപ്പം ചെറിയൊരു സംഭവം ഉണ്ടായതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല എന്ന് പറഞ്ഞു. ഇരിക്കുന്നു പറഞ്ഞ് അദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നു. പറ സച്ചി, എന്താ കാര്യം? അതിന് വാടകക്കാശും ഡ്യൂ കാശും തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം കണക്ക് പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കേണ്ട, വാടകയും ഡ്യൂയും കൂടി ചേർന്ന് ഒരു 20,000 രൂപ അടയ്ക്കാൻ കാണും, അതിൻ്റെ പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമ്മുടെ സച്ചി പറഞ്ഞപ്പോഴേക്കും ഭാവം മാറി. ചേട്ടൻ്റെ ഭാവം മാറിക്കഴിഞ്ഞു. സാറേ ഓട്ടം കുറവാണ്, അതുകൊണ്ടാണ് സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലോങ് ട്രിപ്പ് കിട്ടുന്നത് വളരെ കുറവാണ്, മിക്ക ആൾക്കാരും സ്വന്തം വാഹനമൊക്കെ മേടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് എന്നോട് കഷ്ടപ്പാട് പറഞ്ഞ് ഞാനെന്ത് ചെയ്യും? പണം വാങ്ങുന്ന ഉത്സാഹം തരാൻ കാണിക്കാത്തത് എന്താണെന്ന് ഫിനാൻഷ്യർ നമ്മുടെ സച്ചിയോട് ചോദിക്കുക. സച്ചി പൈസയും പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇതായിട്ടിരിക്കാം. ഒരു സ്ത്രീ ഭർത്താവും മക്കളും അറിയാതെ കാശ് വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ സച്ചി അത് പറഞ്ഞു. അങ്ങനെ പലിശ ചോദിച്ചപ്പോൾ ബപ്പപ്പ അടിച്ചുകൊണ്ടിരിക്കുന്നു, കൈമലർത്തി കാണിക്കുവാണെന്നേ. എന്താ സ്ത്രീയുടെ പേര് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആലോചിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടിയായിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് പറയാൻ കിട്ടുന്നില്ല, പേര് പറയാൻ കിട്ടുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ, പേര് നാക്കിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അത് പോട്ടെ, ഈ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ സാറിൻ്റെ കയ്യിൽ വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഇതാവുമെന്ന് അവർക്ക് ആദ്യം മനസ്സിലായി കാണില്ല. അതുകൊണ്ടായിരിക്കും, പിന്നെ ഇപ്പോഴായിരിക്കും അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുക. പലിശ അടച്ചു എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ സ്വന്തം അമ്മയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർക്കണം. പാവ സജ്ജയുടെ ഒരു അവസ്ഥയെ നമ്മൾ എന്തിനാണ് സാറേ മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്? നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. സാറേ കാശ് വാങ്ങണം പ്ലീസ് സാർ, എൻ്റെ പ്രശ്നമൊന്നും സാറ് മനസ്സിലാക്കണം. എൻ്റെ ഓട്ടമൊക്കെ വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വാടക കാശ് സാറ് കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പം കുറയ്ക്കാൻ ഞാനെന്താടാ നായാണോ എന്ന് ചോദിച്ചു. ബൗ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോഴേക്കും വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ ഇരിക്കുമോ നമ്മുടെ സച്ചിയൊക്കെ കളിയാക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇയാളാണെങ്കിൽ ബൗ കാണിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു എന്താടാ പോരേന്ന് ചോദിച്ചു. എടാ അഡ്വാൻസ് പോലും വാങ്ങിക്കാതെ നിനക്ക് ഞാൻ വണ്ടി തന്നതല്ലേടാ, 5,000 10,000 ഒക്കെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് വാഹനം കൊടുക്കുന്നത്, അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. കുറേ കാലമായിട്ട് നമ്മൾ തമ്മിലൊരു ഡീല് നടക്കുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് അഡ്വാൻസ് തരാതെ വണ്ടി തന്നത്. എന്നിട്ട് അഡ്വാൻസ് അല്ലെങ്കിൽ വാടക കുറയ്ക്കണം പോലും. നീ ഒരു കാര്യം ചെയ്യാം, കാർ ഇവിടെ ഇട്ടിട്ട് പൊയ്ക്കോ, മുഴുവൻ കാശും തന്നതിന് ശേഷം കാർ എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ സാർ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. സച്ചി കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ലേ സാർ, പറഞ്ഞല്ലോ ഓട്ടം കുറവാണ് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവൻ പറയുന്നത് സത്യോ സാറേ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പറഞ്ഞപ്പം നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അയാളോട്. ആദ്യം നീ കാറിൻ്റെ ഡ്യൂ അടയ്ക്ക്, എന്നിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇയാൾ ദേഷ്യപ്പെടുക. എടാ എനിക്ക് മുഴുവൻ കാശും വേണം. അപ്പോൾ കാശില്ലെന്ന് പറഞ്ഞില്ലേ സാറേ എന്ന് ചോദിക്കുമ്പോൾ കയ്യിലില്ലെങ്കിൽ എന്താ, നിന്റെ ഭാര്യയുടെ കഴുത്തിലും കയ്യിലും ഒക്കെ സ്വർണ്ണമില്ലേന്ന് ചോദിച്ചു. അത് ഊരിക്കൊണ്ട് വാടാ, ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സച്ചി ചാടി അങ്ങ് എഴുന്നേറ്റു. എന്താടാ അത് പറയുമ്പോൾ നിനക്ക് ദേഷ്യം വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ത്രീ വന്ന് വള തന്നിട്ട് പോയെന്ന്, പണം മാത്രമല്ല സ്വർണവും ഡയമണ്ടും ഒക്കെ ഞാൻ സ്വീകരിക്കും. അപ്പോൾ എനിക്കറിയാലോ നിങ്ങളെന്ന് സച്ചിയും പറഞ്ഞു. ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി നിങ്ങൾക്ക് വേണമല്ലോ എന്ന് ചോദിച്ചപ്പം നീ കാശില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാനത് ചോദിച്ചത്, അല്ലേ ഞാനത് ചോദിക്കുമായിരുന്നോ? ഇല്ലല്ലോ. എടാ നീ ഒരു കാര്യം ചെയ്യാം, കാർ ഇവിടെ ഇട്ടിട്ട് പോ, കാശ് കൊണ്ടുവന്നിട്ട് കാർ ഓടിക്കാമെന്ന് പറഞ്ഞു. അയ്യോ കാർ ഓടിക്കാതെ എങ്ങനെയാണ് സാറേ പൈസ കൊണ്ടുവരുന്നത്? ഒരു 3-4 ദിവസം ടൈം തന്നു, കാശ് മുഴുവൻ ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ തരുമോന്ന് ചോദിച്ചു. തരും, ഉറപ്പായിട്ടും തരുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ശരി നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ സച്ചി ഉള്ള കാശ് അവിടെ വെച്ചിട്ട് അങ്ങ് പോകുക. സച്ചി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അയാളുടെ സ്വഭാവം മാറിയത് കണ്ടോ, ചെകിടത്തരെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ സോറി സച്ചി, അല്ല ഞാൻ കാരണമല്ലേടാ ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ നീ കാരണമൊന്നുമല്ല, ഓക്കെ ആ ഗജാനന്ദം കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. പിന്നെ വീട്ടിലുണ്ടല്ലോ ഒരുത്തി, അവളും നീ എന്തിനാണ് വെറുതെ രേവതിയെ കുറ്റപ്പെടുത്തുന്നത്, അവൾ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ പറയുന്നു. നീ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു വിടുമ്പോൾ ഞാൻ വീട്ടിലോട്ടില്ല, രേവതിയായിട്ട് നന്നായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് പോകുന്നത്, എൻ്റെ മനസ്സിൽ നിന്ന് അവൾ ചെയ്തത് പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോണു. കൂട്ടുകാരൻ അവിടെ നിസ്സഹായതയോടുകൂടി നിൽക്കുക. നീ അതൊക്കെ വിട്ട് കള സച്ചി, നീ വീട്ടിൽ പോകാൻ നോക്കാൻ പറഞ്ഞു. വീട്ടിലോട്ട് പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നീ എങ്ങോട്ടാണ് പോകാൻ പോണത്?
അത് പിന്നെ മനസ്സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും ഞാൻ പോയിരിക്കാൻ പോവാ. നല്ല കാര്യമെന്ന് കൂട്ടുകാരനും പറഞ്ഞു. ഏത് ക്ഷേത്രത്തിലാണ് നീ പോകുന്നത്? ക്ഷേത്രത്തിലാണോ മനസ്സമാധാനം കിട്ടുന്നത്? നമ്മുടെ വിഷമം തന്നെ ക്ഷേത്രത്തിൽ പോയി പറഞ്ഞു എന്തെങ്കിലും കിട്ടുമോ? ഞാൻ ബാറിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ബാറിലേക്കോ? അവിടേക്ക് തന്നെ നീ പോണേ? തലകുത്തി മറിയാൻ നീ വരുന്നുണ്ടേ വരാൻ പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോയി. കൂട്ടുകാരൻ പെട്ടു. ഈ സമയത്ത് ജോലിക്ക് പോയിട്ട് പുതുജോലിക്കാരൻ പറന്നു വരുമ്പോൾ അമ്മ പറഞ്ഞു മോനെ എടുത്തോണ്ട് പോവാ, മോനെ വാടാ വാടാ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്താ അമ്മേ, ഞാൻ വിദേശത്ത് നിന്ന് വന്നതുപോലെയാണല്ലോ നിങ്ങളെല്ലാം വരവേൽക്കുന്നതെന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുന്നു മകൻ. അപ്പോഴേക്കും ശ്രുതി ഓടി വന്നു. ശ്രുതി, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഉറക്ക പറയില്ല മോളെ, അകത്ത് രേവതി ഉണ്ട്. ദേ ഇത്രയും നാളും ഇവൻ ജോലിക്ക് പോയില്ല എന്ന് അവൾ അറിഞ്ഞാലേ പ്രശ്നമാകും. അവൾ ഇവൻ്റെ അച്ഛനോട് പോയി പറയും ഇതൊക്കെ പറഞ്ഞപ്പോൾ. അതിനവൾ വീട്ടിലില്ല ആൻറ്റി എന്ന് പറഞ്ഞു. ഇല്ലേ? കറങ്ങാൻ പോയിരിക്കുകയാണോ അവള്? ഇങ്ങ് വരട്ടെ അവള് കുട്ടിയും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം. അയ്യോ പറഞ്ഞ അബദ്ധമായോ എന്ന് ശ്രുതി ഇങ്ങനെ പറയാം. ശ്രുതി, ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? പറയാൻ പറഞ്ഞു ശ്രുതി. അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇന്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ. അതെന്താ ശ്രുതി എന്താ ഇങ്ങനെ ഒരു ഉത്സാഹമില്ലാതെ പറയുന്നതെന്ന് ചോദിച്ചപ്പം, മോളെ ശ്രുതിക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മ പോയി ജ്യൂസ് എടുത്തുകൊണ്ട് വരാവേ. മോനെ നിനക്ക് വേണ്ടി അമ്മ മാതളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെടാന്ന് പറഞ്ഞു. അമ്മ എനിക്ക് വേണ്ട, ജ്യൂസ് ശ്രുതിക്ക് കൊടുക്കാൻ പറഞ്ഞു, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. ദേ ശ്രുതി, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അതൊന്ന് പറ. എടാ മോനെ, നിനക്ക് ജോലി കിട്ടുമോടാ? അതോ എല്ലാ തവണത്തെ പോലെ നീ അവരോട് ഇല്ലമ്മേ എനിക്ക് ജോലി കിട്ടിയമ്മേന്ന് പറഞ്ഞു. അയ്യോ അമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ മേലത്തെ സന്തോഷമാണ്. ഇളയ മകനാണെങ്കിൽ അവിടെ ആധാരം പണിയും വെച്ച കഥ അറിഞ്ഞിട്ടാണ് വരുന്നതെന്നുള്ളത് മന്ദബുദ്ധിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തമ്മേന്ന് പറഞ്ഞു. മകൻ, എൻ്റെ ദൈവമേ നിനക്ക് 100 നന്ദി, നീ എൻ്റെ പ്രാർത്ഥന കൊടുക്കാൻ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും വഴിപാടും കാര്യം. കൺഗ്രാറ്റ് സുധി എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്നേഹത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇനി എനിക്ക് ധൈര്യമായി. ഇത്രയും നാൾ സത്യം രവിയേട്ടനും വല്ലതും അറിയുമെന്ന് ഓർത്തിട്ടുള്ള ടെൻഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എനിക്കാരും പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. എന്തായാലും നല്ല ജോലി തന്നെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം, എന്ത് നല്ല ജോലി അമ്മേ, എൻ്റെ പഠിപ്പിന് പറ്റിയ ജോലിയൊന്നും അല്ലാതെ പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ജോയിൻ ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എൻ്റെ ഡിഗ്രികൾ എത്രയൊക്കെയാണെന്ന് ശ്രുതിക്കറിയില്ലേ. പിന്നെ ആ സ്ഥാപനത്തിൻ്റെ MD 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമാണെന്ന് പറയുമ്പോൾ പിന്നെ അയാൾ എങ്ങനെ മുതലാളി ആയെന്ന് ചോദിച്ചു അമ്മ. അത് തന്നെ അമ്മ എനിക്കും സംശയം, അത് എനിക്കറിയത്തില്ല. അപ്പോൾ അയാളുടെ വർത്തമാനമൊക്കെ കേട്ടിട്ട് വല്ലാതെയായി. എനിക്ക് ദേഷ്യം വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും സുധിയും കൂടി വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നു. അപ്പോഴേക്കും മോൻ്റെ കുറേ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി തലയും കുത്തി കിടക്കുന്നു. എൻ്റെ മകനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പുകഴ്ത്തലും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അയാൾ ചെയ്ത കാര്യങ്ങൾ, അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നു. അപ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലായി ഇതിന് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട, ഇവൻ ഉടനെ ഒന്നും അടുത്ത ജോലിക്ക് പോകില്ല എന്ന്. അപ്പോൾ വലിയ പണക്കാരനാകാൻ ഇത്രയും വർഷമൊക്കെ കാത്തിരിക്കണമെന്ന് ചോദിച്ചു. അമ്മേ പെട്ടെന്ന് പണക്കാരനാവാമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിന്ന് കഥകൾ വിളമ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി പുറത്തു പോയിട്ട് കയറി വരുന്നത്. രേവതിയെ കണ്ടപ്പോഴേക്കും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന മകൻ്റെ അമ്മയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്ത് ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്ത് കയറി വന്ന് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുക. നിക്കടി എവിടെ പോയതായിരുന്നു നീ എന്നും ചോദിച്ചുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുക. അപ്പോൾ പുറത്തു പോകുന്നത് കറങ്ങാൻ വേണ്ടി മാത്രമാണെന്ന് ചോദിച്ചു. പിന്നെ നീ എന്താ ഓഫീസ് ജോലിക്ക് പോയതാണെന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും നോക്കുക കേട്ടോ. എവിടെ പോയതാ നീ എന്ന് അമ്മ ചോദിച്ചപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കരികിൽ പോയതാണെന്ന് പറഞ്ഞു. ഇപ്പം എന്തിനാ നീ അങ്ങോട്ട് പോയത്? ദിവസവും അമ്മയെ കണ്ടില്ലെങ്കിൽ നിനക്കെന്താ ഉറക്കം വരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നു. ഇവിടുത്തെ ജോലിയൊക്കെ ആരെടുക്കും? ശ്രുതി ജോലിക്ക് പോയി ക്ഷീണിച്ച് വന്നിരിക്കുക, ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും ഇവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക ശ്രുതിയുടെ നേരെ നോക്കിയപ്പോൾ ശ്രുതി ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പം നീ എന്തിനാ അവളെ നോക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിച്ചു. ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മുറി കയറി കിടന്ന് ഉറങ്ങാനാണോ ശരം വിട്ടതുപോലെ നീ കയറി പോണതെന്ന് ചോദിച്ചു. രേവതി അന്നേരം ശ്രുതിയെ നോക്കുക. ചെന്ന് മാതള ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആർക്കാ മാതള ജ്യൂസ് എന്ന് ചോദിച്ചപ്പോൾ ആർക്കാണെന്ന് പറഞ്ഞാലേ മഹാറാണി പോയി എടുത്തുകൊണ്ട് വരത്തുള്ളൂ എന്ന് ചോദിച്ചു. അതെ ശ്രുതി ക്ഷീണിച്ച് വന്നിരിക്കുകയാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. അത് കേട്ടതും ശ്രുതി അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. മാതളം ഫ്രിഡ്ജിലുണ്ട്, മിക്സി അവിടെ കഴുകി വൃത്തിയാക്കിയും വെച്ചിട്ടുണ്ട്, പഞ്ചസാര പാത്രം അവിടെ നോക്കിയാലും കാണാം, വേണമെന്നുണ്ടെങ്കിലേ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കങ്ങ് സഹിച്ചില്ല. എടി നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി പൊടി പുല്ലേന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോണു. അഹങ്കാരി പറഞ്ഞത് കേട്ടില്ലേ, നിന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ നീ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു രേവതിയോട് പിന്നെയും ചാടിക്കടിക്കാൻ ചെല്ലുന്നു ചന്ദ്രമതി. ഇവരോട് ജോലി ചെയ്യാൻ പറയാം, നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു. സച്ചിൻ നിന്നെ തലയിൽ വെച്ചപ്പോൾ കിടന്ന് ആടി ആട്ടം തറയിൽ വെച്ചപ്പോഴും കിടന്ന് ആടുകയാണോ നീ എന്ന് ചോദിച്ചപ്പോൾ രേവതി ഒന്ന് വല്ലാതെ ആയിട്ടോ.
നിന്റെ അഹങ്കാരം നിർത്തുന്നുണ്ട്, നിന്നെ ഞാൻ വെച്ചേക്കലടി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും രേവതി മൈൻഡ് ചെയ്യുന്നില്ല, തുറച്ചു നോക്കി തന്നെ അവിടെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ എൻ്റെ പൊന്നുമൻ വിഷമിക്കേണ്ട, എൻ്റെ പൊന്നുമൻ അമ്മ ജ്യൂസ് എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ആൻറ്റി ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശ്രുതി പോകുമ്പോൾ അയ്യോ വേണ്ട മോളെ മോളെടുക്കണ്ട, അഹങ്കാരി നിനക്ക് വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞിട്ട് അമ്മ ജ്യൂസ് എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. ഈ സമയം മുറിയിൽ കയറി നമ്മുടെ രേവതി ആ തള്ള പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ അദ്ദേഹം തന്നോട് ചെയ്യുന്ന ആ ക്രൂരതയെപ്പറ്റി ഓർത്ത് നമ്മുടെ രേവതിക്കും ആകെ സങ്കടം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ സച്ചി ആണെങ്കിൽ ബാറിലിരുന്ന് കള്ളു കുടിക്കുക. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു മതി സച്ചി നീ ഇപ്പോൾ ഓവറാണ്, നീ കുടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ എന്തിനു കുടിക്കാതിരിക്കണം? ഒരു വശത്ത് ഭാര്യ, മറുവശത്ത് ഫിനാൻഷ്യർ, ഒരു വശത്ത് കുടുംബം, ഒരു വശത്ത് ഗജാനന്ദൻ, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഗജാനന്ദൻ എന്നെ ചതിച്ചിട്ടും പോലീസ് ഇതേ ഒന്നും ചെയ്യുന്നില്ല, തെളിവ് വേണം അത്രേ, തെളിവ്, ഇവനൊക്കെ തെളിവ് കൊടുത്തിട്ട് എന്തിനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇരുന്ന് ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. തകർന്നിരിക്കുക. ഗജാനന്ദൻ കള്ളം പറഞ്ഞു, രേവതി കള്ളം പറഞ്ഞു, അവളെന്നോട് കള്ളം പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. മുന്നേ തന്നെ അവൾ നടന്നത് പറയണമായിരുന്നു എങ്കിൽ ഗജാനന്ദനെ കൊടുക്കായിരുന്നു അവളെ ഞാൻ. അപ്പം രേവതി നീ കുറ്റപ്പെടുത്തണ്ട, അവൾ ചെയ്തത് ശരിയാണെന്ന് കൂട്ടുകാരനും പറഞ്ഞു. നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, ന്യായീകരിക്കല്ലേ, അവളെ ന്യായീകരിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനോട് സച്ചി ദേഷ്യപ്പെടുക. കല്യാണം കഴിച്ചത് തന്നെ തെറ്റായിപ്പോയി, വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി മര്യാദയ്ക്ക് കാർ ഓടിച്ച് ജീവിച്ചു പോയത് ഇപ്പോൾ ഒന്നുമില്ലാണ്ടായി. അതെല്ലാം പറഞ്ഞപ്പോൾ എടാ മതിയടാന്ന് പറഞ്ഞു. മിണ്ടാതിരടാന്ന് പറഞ്ഞ കൂട്ടുകാരനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അടുത്തതേ ആൾക്കാർ വരുന്നു. അതായത് അന്ന് സച്ചി എടുത്തിട്ട് ഇടിച്ചവന്മാർ നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു, അവൻ നമ്മളോടാ കളിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാരിങ്ങനെ വരുന്നു. അപ്പോൾ സച്ചി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന്മാർക്ക് ചൊറിച്ചിൽ കയറി. അപ്പോൾ അവന്മാർ കയറി ചെന്നിട്ട് നമ്മുടെ സച്ചിയോട് എന്തൊക്കെയായിരുന്നു, നമ്മളെ അത് ചെയ്യും, നമ്മൾ ഇത് ചെയ്യും, മൂക്കിൽ വലിച്ച് കയറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവന്മാർ സച്ചിയെ കളിയാക്കുന്നു. സച്ചി ഇതൊക്കെ കേട്ട് ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ജയിലിൽ കയറ്റുക അത്രേ, ജയിലിൽ അവൻ കുറേ കളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവന്മാരിങ്ങനെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു നിനക്ക് കിട്ടിയതൊന്നും പോരാടാ, മിണ്ടാ പോകാൻ പറഞ്ഞു. അപ്പം മിണ്ടി ഇവൻ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ച് തീർന്നില്ല. അങ്ങ് എഴുന്നേറ്റിട്ട് അവന്മാരുടെ പരിപ്പ് ഇളക്കി. നീ എൻ്റെ ബോസിനെ തല്ലിയതിന് നിന്നോട് ഞാൻ തിരിച്ച് ചോദിക്കൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ വലിയ ബോസിന് സപ്പോർട്ട് പാടിയതാ. സച്ചി അവിടെ ഇട്ട് അവന്മാരുടെ പരിപ്പ് എടുത്തില്ല, അവൻ്റെ തല ആ മേശപ്പുറത്ത് വെച്ച് ഒരച്ചങ്ങ് വിട്ടു. പിന്നെ അവന് മിണ്ടേണ്ടി വന്നില്ല, അനങ്ങാൻ പോലും പറ്റിയില്ല. ദേ പറഞ്ഞത് മനസ്സിലായല്ലോ, ഇനി എൻ്റെ വഴിയെ നീ വന്നേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അതും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെയിറ്റർ വന്നിട്ട് നാണമില്ലേടാ നിനക്കൊക്കെ, എന്തിനാടാ ഇങ്ങനെ കിട്ടാത്തത് എറന്ന് മേടിക്കുന്ന ചുമ്മാ മനുഷ്യരെ കൊണ്ട് പറിക്കാനായിട്ടെന്നും പറഞ്ഞാൽ വെയിറ്ററും അങ്ങ് പോയി. അടി കിട്ടിയവൻ ചുറ്റിനും നോക്കി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും പുറത്തിറങ്ങി നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് കൂട്ടുകാരൻ സച്ചിയോട് ചോദിച്ചു. ആ ഗജാനന്ദൻ എന്ന് പറയുന്നവൻ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ കൂത്തി കീറുമെന്നൊക്കെ പറഞ്ഞപ്പം സച്ചി നീ എന്താടാ ഈ കാണിക്കുന്നത്, വീട്ടിൽ പോകാൻ നോക്കാൻ പറഞ്ഞു കൂട്ടുകാരൻ. അപ്പോൾ വീട്ടിലല്ലേടാ പോണേ, എടാ രേവതി കള്ളം പറഞ്ഞില്ലേടാ, ഞാൻ എന്തിനാ അവളുടെ അടുത്തേക്ക് പോണേ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എവിടേക്കെങ്കിലും എവിടാ എന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരനെ പിടിച്ചു വലിച്ചു മാറ്റുമ്പോൾ എടാ നീ വീട്ടിൽ പോടാ, രേവതി നിന്നെ കാത്തിരിക്കായിരിക്കും എന്ന് പറഞ്ഞു. എടാ നീ അവളെക്കുറിച്ച് എന്നോട് മിണ്ടി പോകരുതെന്ന് സച്ചി. വിടറാ എന്നെ മര്യാദയ്ക്ക് വിടറാ, എൻ്റെ വണ്ടി എവിടെയാടാന്നൊക്കെ ചോദിച്ച് സച്ചി അവിടെ നിന്ന് സമനില തെറ്റി അങ്ങനെ പോവാം. അങ്ങനെ ഒരു തരത്തിൽ സച്ചി ആ ഒരു ഇതിലങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ എതിലെയോ പോയിട്ട് ഓട്ടോയിൽ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടെ വരുന്നു. അവർ രണ്ടുപേരും വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കാലിന് ഭയങ്കര വേദന. അപ്പോൾ ശ്രുതിയുടെ കാലുവേദന തന്നെ ശ്രുതിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ താൻ എന്തിനാ ഇതുപോലെ ജോലി എടുക്കുന്നത്, താൻ ആ കസേരയിലിരുന്ന് പൈസ വാങ്ങിച്ചാൽ മാത്രം പോരെന്ന് ചോദിച്ചു. ഹാർഡ് വർക്ക് ചെയ്യണം ശ്രുതി, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ശ്രുതി നടന്നു പോകുന്നു. രാവിലെ മുതൽ ഈ നിമിഷം വരെ നിൽക്കുമായിരുന്നു, കാലൊക്കെ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ കയ്യിലിങ്ങനെ പൊക്കിയെടുത്തു. അയ്യോ വിട്, ആരെങ്കിലും കാണും എന്നെ വിട് എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും കണ്ടാലെന്താ, ഞാൻ നിൻ്റെ ഭർത്താവല്ലെന്നും ചോദിച്ച് ശ്രുതിയെ ഇങ്ങനെ എടുത്തു പൊക്കി അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണില്ലേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.